ഹലോ ഗൈസ്, വെൽക്കം ടു യെറ്റ് അനദർ വീഡിയോ. നമ്മൾ വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ്. എല്ലാവരും ഉറങ്ങണേ കണ്ട രാത്രി സമയമാണ്. നമ്മൾ പുറത്തോട്ട് പോകണില്ല, കാരണം നാളെ നമുക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ഞാനന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, വർക്കിന് അപ്ലൈ ചെയ്യാനായിട്ട് പോകണം എന്ന് പറഞ്ഞിട്ട്. നമ്മളന്ന് വൈറ്റിലയിലും കളമശ്ശേരിയിലും പോയിട്ടുണ്ടായിരുന്നു. കളമശ്ശേരിയിൽ എൻ്റെ ഒരു ഫ്രണ്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അന്ന് അവനെ കണ്ടിട്ട് സംസാരിച്ച് അവിടുത്തെ മേഡത്തിന് ഒരു പേപ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലക്കിലി ഇന്നവർ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞ് അടുത്ത ദിവസം ഇൻ്റർവ്യൂ ഉണ്ട്, അപ്പോൾ ജസ്റ്റ് വന്നിട്ട് അറ്റൻഡ് ചെയ്യും, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ നാളെ നമുക്ക് ഇൻ്റർവ്യൂ ഉണ്ട്. കാരണം നമ്മൾ ഇന്ന് പുറത്ത് നടക്കാനായിട്ട് പോകണല്ലോ, നമ്മൾ വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഞാൻ അപ്പോൾ വിചാരിച്ച് ചെറിയൊരു ഹോം ടൂറല്ല, വീടിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണല്ലോ. അപ്പോൾ നമ്മൾ പുറത്തോട്ട് ഇറങ്ങണില്ല, നമ്മൾ വീട്ടിൽ തന്നെ വെച്ചിട്ട് സെറ്റ് ചെയ്യാനാണ്. വീടിൻ്റെ ഉള്ളിൽ അനക്കമില്ല കേട്ടോ, എല്ലാവരും ഉറങ്ങനെയാണ്, എല്ലാവരും നല്ല ഉറക്കമാണ്. ഇപ്പോൾ ഒരു മണി കഴിഞ്ഞിട്ടുണ്ട്. ഈ എൻ്റെ ഡ്രസ്സ് ഒരു മിനിറ്റ്. ഞാൻ വീട്ടിൽ ഉള്ളിൽ തന്നെയാണ്. ജസ്റ്റ് മേളിൽ വന്നാണ്. എൻ്റെ ഒരു ചാർജർ മിസ്സിങ് ഉണ്ട് കേട്ടോ. ചാർജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എൻ്റെ ചാർജറാണ്, സാധനം കാണാനല്ല, ഫോൺ ചാർജ് ചെയ്യണം. അപ്പോൾ നമ്മൾ തപ്പി ഇറങ്ങുന്നതാണ്. ഓക്കെ, കിട്ടുമോ നോക്കാം. അത് ഒച്ച ഉണ്ടാക്കാൻ പറ്റില്ല. ഒച്ച ഉണ്ടാക്കി കഴിഞ്ഞ് ഒരു ചാർജർ ഇരിക്കുന്നുണ്ട്, നമ്മുടെയാണ്, എൻ്റെ ചാർജറല്ല. കുത്തിയിട്ടേക്കാണല്ലോ ഫോൺ. പ്രതിമേ കൃഷ്ണനാണല്ലോ. രാത്രി പച്ച ലൈറ്റ് എപ്പോഴും ഓണാണ് കേട്ടോ. ഒരു മറ്റേ കോഞ്ചുറിങ്ങിൻ്റെ ഫീലാണ് രാത്രി. നമുക്ക് റൂമിൽ കയറി നോക്കാം. നമ്മുടെ ചാർജർ മിസ്സിങ് ആണ്. നമ്മുടെ ചാർജർ വഴിയല്ല, അനിയത്തി പ്രകാരം അങ്ങനെയാണ്. അവളെ ശല്യപ്പെടുത്താൻ പറ്റില്ല, അല്ലെങ്കിൽ നല്ല വർക്കുള്ളതാണ്. എല്ലാവരും ജോലിക്കാർ തന്നെയാണ്. നമുക്കാണ് ജോലി ഇല്ലാത്തത്. നമ്മളെങ്ങനെയെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കുക, എന്നിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട്. ഫിനാൻഷ്യലായിട്ട് നമ്മളിൽ കാശില്ലെങ്കിൽ നമ്മൾ മൂഞ്ചി ഗൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അതൊരു പ്രത്യേക ഓർമ്മയാണ്. കാശുണ്ടെങ്കിലൊക്കെ ബാക്കിയുള്ള ഒരു വാല്യൊക്കെ തരുള്ളൂ. ഒരു പരിധി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും എല്ലാവർക്കും മടുക്കും സത്യം പറഞ്ഞ. ഞാനിന്ന് എൻ്റെ ബെഡിലല്ല, എൻ്റെ റൂമിലല്ല കിടക്കണേ. സോഫയുണ്ട്, സോഫയിലാണ് കിടക്കണേ. നമ്മുടെ ബെഡ് ഇത്തിരി ഷോക്കായിട്ടിരിക്കണതാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ വർക്കൊക്കെ ഉണ്ട്, നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോഴേക്കും അത് കാരണം ഞാനിന്നിപ്പോൾ ഇവിടെ വന്ന ഹാളിൽ സോഫയുണ്ട്, അവിടെയാണ് കിടക്കണേ കേട്ടോ. ഇതൊരു ഹോം ടൂർ പോലെ ഉണ്ടല്ലോ, ഹോം ടൂർ വീഡിയോ പോലെ ഉണ്ട്. ഹോം ടൂർ നമുക്ക് അങ്ങനെ എല്ലാ വീഡിയോ മൊത്തം കാണിക്കാനായിട്ട് ഇപ്പോൾ പറ്റില്ല. കാരണം ഇപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് ഒച്ചയൊക്കെ കഴിഞ്ഞ് ആൾക്കാരൊക്കെ എണീക്കും. ഓരോരുത്തരുടെ റൂമിലാണ്. നമ്മളപ്പോൾ എണീപ്പിക്കാനായിട്ട് ശ്രമിക്കണല്ലോ. നമ്മൾ നൈസായിട്ട് സൈലൻ്റായിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് നിർത്താനുള്ള പരിപാടിയാണ്. പിന്നെ വേറൊരു കേസുണ്ട്. ഇനി ഞാൻ മറ്റേ നേപ്പാളിൽ നടക്കുന്ന ആ ഒരു സംഭവം വീഡിയോ കണ്ടിട്ടോ. 4 മില്യൺ വ്യൂസ് ഉണ്ടായിരുന്നു ആ വീഡിയോന്. ഇന്നലെ ഇട്ട വീഡിയോയാണ്. ഒറ്റ ദിവസം കൊണ്ട് 4 മില്യൺ വ്യൂസ് കയറി. ഫുൾ ദുരന്തം. സോഷ്യൽ മീഡിയ ബാൻ ചെയ്യണ കാരണം അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാട്ടിക്കൊണ്ടുള്ളൊരു വീഡിയോ. ഫുള്ള് മറ്റേ ടിയർ ഗ്യാസൊക്കെ എറിഞ്ഞ്, പിന്നെന്ത് സാധനമാണ്, പിന്നെ മിലിറ്ററി വന്നിട്ട് ആൾക്കാരെയൊക്കെ അടിച്ചൊതുക്കണം, പാർലമെൻറ്റ് കത്തിക്കണം, ഫുൾ പ്രശ്നം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ശ്രീലങ്കയിൽ നടന്ന പോലെ തന്നെ നേപ്പാളിൽ ആൾക്കാരൊക്കെ ചുമ്മാ ടെററായിട്ട് വീഡിയോ ഒക്കെ ഇങ്ങനെ കണ്ടിരിക്കണമായിരുന്നു. പിന്നെ നമ്മൾ ഇൻ്റർവ്യൂവിനുള്ള പ്രിപ്പറേഷൻ ഞാൻ പറയാൻ പറ്റുമോ. ഇൻ്റർവ്യൂവിനുള്ള പ്രിപ്പറേഷനായിട്ട് വലിയ നോക്കിയിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. രാവിലെ എണീച്ചിട്ട് എനിക്ക് കുറച്ച് പ്രിപ്പറേഷൻ ചെയ്യണം. നമ്മൾ ഒന്നും പ്രിപ്പയർ ചെയ്യാതെ പോകണം, ശരിയല്ലല്ലോ.
അപ്പോൾ നമ്മൾ ചെറിയ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. രാവിലെ എണീച്ചിട്ട് ഒന്ന് റെഫർ ചെയ്യണം, ഒന്ന് ചെറിയ രീതിയിൽ സ്ഥാപനത്തിനെ കുറിച്ചിട്ടൊക്കെ നോക്കി പഠിക്കണം. പിന്നെന്താണ് പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ന് പുറത്തോട്ട് ഇറങ്ങണില്ലല്ലോ നമ്മൾ. ഞാൻ രാവിലെ ഇറങ്ങിയില്ല, ഞാൻ പൊതുവെ ഇപ്പോൾ വീട്ടിൽ തന്നെയാണ്. കാരണം ഇപ്പോൾ ഒരു റിക്കവറി പീരീഡാണ്. അപ്പോൾ അധികം നമ്മളങ്ങനെ പുറത്തേക്കൊക്കെ ഓടിയാൽ ചാടി നടന്ന് കഴിഞ്ഞാൽ അത്രയും ശരിയാവില്ല. അത് കാരണം ഞാൻ പിന്നെ കൂടുതലും പുറത്തോട്ട് ഇറങ്ങാത്ത, അല്ലെങ്കിൽ എപ്പോഴും പുറത്ത് തന്നെയായിരുന്നു. പിന്നെന്ത് സംഭവമാണ്, പിന്നെ കുറച്ച് ബോറിങ്ങാണ്, ഇങ്ങനെ ഇരുന്ന് കുറച്ച് ബോറിങ്ങാണ്. പക്ഷെ കുഴപ്പമില്ല, ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യാം. ബാക്കിയൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. നാളെ ഇപ്പോൾ നമ്മൾ പോയിട്ട് അവിടുത്തെ എന്താണ് റെസ്പോൺസ്, ജോലി കിട്ടില്ലെന്ന് നോക്കാം. ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അടുത്ത മന്തിലോട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി കിട്ടും. പിന്നെന്താണ്, പിന്നെ ബോറടിച്ച് വീട്ടിലിരിക്കണ്ടല്ലോ, എന്തെങ്കിലും കാര്യം ചെയ്യാനായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഞാനങ്ങനെ അതിലോട്ട് ഇറങ്ങാൻ പോവുകയാണ്. പിന്നെന്താണ്, ഒരു പട്ടിയുണ്ട്, സ്കൂബിയുണ്ട്. സ്കൂബിനെ ഇപ്പോൾ കെട്ടിയിടലൊന്നുമില്ല, വീട്ടിൽ ഫുള്ള് അയച്ചാണ് വിട്ടുകൊണ്ടിരുന്നത്. വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ് സ്കൂബി വളരുന്നത് കേട്ടോ. അപ്പോഴേക്കും കെട്ടിയിടലൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഈ ആക്സിഡൻറ്റ് കഴിഞ്ഞൊക്കെ നമ്മൾ വന്ന സമയത്ത് അവൾ ഇങ്ങനെ ഓടുക വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളുടെ കൂടെയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് അവിടെ ഇവിടെയൊക്കെ കിടക്കണായിരിക്കും. അപ്പോൾ നമുക്ക് വേറെ ഇൻഫെക്ഷനോ കാര്യങ്ങളോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് ഇവിടെ കെട്ടിയിട്ട് തുടങ്ങിയതാണ്. 3-4 മാസമായിട്ട് അപ്പോൾ അവളിങ്ങനെ കെട്ടിയിട്ട് ആകെ ഷോക്ക് അടിച്ച് ഡസ്റ്റ് അടിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ പിന്നെ ഞാൻ കുറച്ച് സെറ്റായിട്ടുണ്ട്, അത് കാരണം കുഴപ്പമില്ല. അവളത് കാരണം പൈച്ചാണ് പറഞ്ഞത്, അവളവിടെ താഴത്ത് കിടക്കുന്നുണ്ട്. ഇപ്പോൾ വലിയ അനക്കമില്ല. സാധാരണ എന്തെങ്കിലും ഒച്ച കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എണീച്ച് തന്നെയാണ്. ഇന്നിപ്പോൾ അനക്കിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഇന്നിപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് പറയാതെ റെക്കോർഡ് ചെയ്യാതെ എന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്യണം. വേറെ വലിയ കാര്യങ്ങളൊന്നും പറയാനുള്ളൂ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഓരോരോ ബിസിനസ് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ പോലെ അല്ലെങ്കിൽ ഒരു റെക്കോർഡിങ് മാതിരി ചെയ്ത് പോസ്റ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ട്. അത് നമ്മൾ ചെയ്യും. അത് അതിൻ്റെ പ്രൊസീജിയർ, അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ വരും ദിവസങ്ങളിൽ അങ്ങനത്തെ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനാണ്, അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതാണ് പറയാനുള്ളതെന്ന്. വേറെ അധികം ഭാരിച്ച കാര്യങ്ങളിൽ സ്കൂബി ഉണ്ടോ, ആ ലൈറ്റ് ഉണ്ടോ? അവിടെ നിന്ന് ഇങ്ങനെ മേലിൽ നിന്ന് ആരാണ്ടൊക്കെ ഇറങ്ങി വരുന്ന പോലെയൊക്കെ ഇടയ്ക്ക് ചിലപ്പോൾ തോന്നും. ഇവിടെ ഇരുന്ന് കഴിഞ്ഞ് സോഫയിൽ ഇരുന്നിട്ടുള്ള വ്യൂ ആണ്. അപ്പോൾ ഈ നമ്മളിങ്ങനെ ഈ ലൈറ്റും കാര്യങ്ങളും ഇങ്ങനത്തെ ഒരു വൈബായി കാരണം ചില പ്രേതത്തിനെയൊക്കെ കണ്ടെന്നൊക്കെ തോന്നും. കോമഡിയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.